പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ കാണാനില്ല എന്നുള്ള കാര്യം നയന ആദർശിനെ വിളിച്ച് പറയുമായിരിക്കും. അങ്ങനെ ആദർശ് നേരെ അനിയടുത്ത് വന്ന് പറയുമായിരിക്കും, നന്ദുവിനെ മിസ്സായി, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നമുക്കെന്തായാലും അന്വേഷിച്ച് നോക്കാം, പോലീസ് കേസ് ആക്കുന്നതിന് മുമ്പ് നമ്മളെന്തായാലും അന്വേഷിച്ച് നോക്കാനാണ് നയന പറയുന്നത് എന്ന് പറയുമായിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും എന്നിട്ട് നന്ദുവിനെ നോക്കാനായിട്ട് ഇറങ്ങുമായിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ വെച്ച് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുകയായിരിക്കും. പക്ഷേ എവിടെയും നന്ദുവിൻ്റെ ഒരു ഡീറ്റെയിൽസും കിട്ടുന്നുണ്ടാവില്ല. അവിടെയുള്ള കടകളിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും. അതേസമയം വേണു ആണെങ്കിൽ അനാമികയെടുത്തും രേവതിയെടുത്തും ഇങ്ങനെ സന്തോഷത്തിൽ പറയുമായിരിക്കും. അവളുടെ കാര്യം ഏകദേശം ഉറപ്പായി, അവർ കൊല്ലാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുമായിരിക്കും. എന്നിട്ട് പറയും, അന്ന് അവൾ എന്നെ താഴെയിട്ട് ചവിട്ടിയതിൻ്റെയും മുഖത്ത് അടിച്ചതിൻ്റെയും വേദന എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അവളെ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. ഇനി ആ നവ്യയും നയനയും കൂടി ഒന്ന് ഒതുക്കിയാൽ പിന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ വേണുവാണെങ്കിലും പറയുന്നുണ്ട്, നിനക്ക് ആദ്യം ഒഴിവാക്കേണ്ടത് ഇവളെയല്ലേ, ഇപ്പം എന്തായാലും അത് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, ഇനി നിനക്ക് ആ വീട്ടിൽ സമാധാനത്തിൽ കയറാം, ഇനിയിപ്പോൾ അവളെ പേടിക്കണ്ടല്ലോ, ഇനിയിപ്പോൾ നിന്നെ സ്നേഹിച്ച് തുടങ്ങിക്കോളും, അവളെ ഓർത്തിട്ട് അവളുടെ ചേച്ചിയും അച്ഛനമ്മയൊക്കെ ഇരുന്ന് സങ്കടപ്പെട്ട് ഇരുന്നോളൂ എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ രേവതിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുമായിരിക്കും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ആദർശ് അതുപോലെ തന്നെ അനിയും നമ്മുടെ നന്ദുവിൻ്റെ വണ്ടി കണ്ടുപിടിക്കുകയായിരിക്കും, ആ ഒരു സ്കൂട്ടർ. എന്നിട്ട് പിന്നെ ആദർശാണെങ്കിലും അത് നന്ദുവിൻ്റെ വണ്ടിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനിയാണെങ്കിലും പറയും, അതെ ഞാൻ ഈ വണ്ടിയിലൊക്കെ ഒരുപാട് പോയിട്ടുള്ളല്ലേ, ആ അടുത്തുള്ള വീട്ടിൽ CCTV ഉണ്ട്, നമുക്ക് എന്തായാലും ആ വീട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് രണ്ടുപേരും കൂടി ചെല്ലുമായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാളാണെങ്കിൽ, സാറ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ആദർശാണെങ്കിലും പറയും, ഞാൻ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD ആണ്. അപ്പോൾ അയാളാണെങ്കിലും പറയുമായിരിക്കും, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ മിസ്സായി, അവരുടെ സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് CCTV ഫുട്ടേജ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമായിരുന്നു, ഒന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയേ. അപ്പോൾ അയാളാണെങ്കിലും അതിന് സമ്മതിക്കുകയായിരിക്കും. എന്നിട്ട് അകത്ത് ചെന്ന് ഇവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നന്ദുവിന് ഒരുപാട് പേരിങ്ങനെ തട്ടി കൊണ്ടുപോകുന്നത് കാണുമായിരിക്കും. എന്നിട്ട് പിന്നെ അവിടുന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും നന്ദുവിനെ തിരയാനായിട്ട് ഇങ്ങനെ നടക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നന്ദുവിനെ ആയിരിക്കും കാണിക്കുന്നത്. അവിടെ നിന്നാണെങ്കിൽ അവിടെയുള്ള ഗുണ്ടകൾ ഞങ്ങൾ ഒന്ന് കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഫ്രഷ് ആവാൻ വേണ്ടി പോവുമായിരിക്കും. അതേസമയം വീട്ടിലാണെങ്കിൽ നയന ഭയങ്കര ടെൻഷനിലായിരിക്കും. അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, ശബരിമലയ്ക്ക് പോയാലെങ്കിലും എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒന്നും ശരിയാവുന്നില്ലല്ലോ ഈശ്വര, ഞങ്ങളാണെങ്കിൽ ആരെയും ഉപദ്രവിക്കുന്നുമില്ല, ഒന്നും ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നുമില്ല, എന്നിട്ടും എന്താണ് എന്നും സങ്കടം മാത്രം ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുമായിരിക്കും. അപ്പോൾ നയനയാണെങ്കിലും സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയേണ്ടത് ഇത് ഉറപ്പായിട്ടും അനാമികയുടെ പരിപാടി തന്നെ ആയിരിക്കും. അനാമികയ്ക്കിട്ട് നന്ദു നല്ലോണം കൊടുത്തായിരുന്നല്ലോ, അതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛൻ തന്നെ ചെയ്ത പണിയാണെന്ന് 100% ഉറപ്പാണ്. അതുപോലെ അന്ന് പാലിൽ വിഷം കലർത്തിയതും ഇവർ തന്നെയാണ്. നവ്യ ചേച്ചിയെടുത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു, കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട്, ഇതൊക്കെ ആദർശ് മോൻ്റെ അടുത്ത് പറഞ്ഞോ എന്ന് പറയുമ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, ആദർശേട്ടനും ഇതേ സംശയങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ ആയിരിക്കും. നന്ദുവിനെ ഉമ്മ വയ്ക്കാൻ ായിട്ട് അവർ ഗുണ്ട കുളിച്ചുകൊണ്ട് വരികയായിരിക്കും കേട്ടോ. കുളിച്ചിട്ട് പറയും, ഞാൻ നല്ലപോലെ ഫ്രഷായി എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുന്ന സമയത്ത് അവിടെ ആദർശും അതുപോലെ തന്നെ അനിയും എത്തുമായിരിക്കും. ആദർശ് ഒരൊറ്റ ചവിട്ട് കൊടുക്കുമായിരിക്കും. എന്നിട്ട് താഴെ തെറിക്കും കേട്ടോ ആ ഗുണ്ട. എന്നിട്ട് പിന്നെ ഭയങ്കര അടിയും ഒക്കെ ഉണ്ടാവുമായിരിക്കും അവിടെ. എന്നിട്ട് പിന്നെ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ കയറൊക്കെ അഴിച്ചു വിടുമായിരിക്കും. എന്നിട്ട് ആ ഗുണ്ടകളെയൊക്കെ അടിച്ചു ഓടിക്കുകയായിരിക്കും കേട്ടോ എല്ലാവരും. എന്നിട്ട് പിന്നെ നന്ദുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരങ്ങോട്ട് പോവുമായിരിക്കും. അത് കഴിഞ്ഞ് വേണുവും രേവതിയും അനാമികയും കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗുണ്ട വിളിച്ചിട്ട് പറയും, ഞങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, അവളെ കെട്ടിയും തൂക്കിയിട്ടുണ്ട്, സാറ് പറഞ്ഞ കാശ് എന്തായാലും അയക്കിയെന്ന് പറയേ. നന്ദുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർ പോയതോ അവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടാവില്ല. അവർക്ക് കാശ് അടിച്ചു മാറ്റാനാണ് കേട്ടോ. എന്നിട്ട് വേണുവാണെങ്കിലും ചിരിച്ചുകൊണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഞാനിതാ കാശ് അയച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ടാവും അനാമികയെടുത്തും രേവതിയെടുത്തും. അപ്പോൾ അനാമികയൊക്കെ ഭയങ്കര ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയായിരിക്കും സന്തോഷത്തിൽ. രേവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. എന്നിട്ട് പിന്നെ പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ട് പിന്നെ ഫോൺ അങ്ങനെ വെച്ച് വീണ്ടും അവരിങ്ങനെ പോകുന്ന സമയത്ത്
ഒരു ഹോട്ടലിലിരുന്ന് അനിയും നന്ദുവും ഭക്ഷണം കഴിക്കുന്നതായിരിക്കും കാണുന്നത്. അപ്പോൾ ആ ഒരു സീന് കാണുമ്പോൾ ഇവർ ശരിക്കും അന്തം വിട്ടു പോവുകയാണ്. അപ്പോൾ നമ്മുടെ അനാമികയാണെങ്കിലും പറയുകയാണ്, ഈ കാഴ്ച കാണാനാണോ അച്ഛൻ ഇത്രയും കാശ് മുടക്കിയത്? അവളത് അവിടെ ജീവനോട് അനിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ രേവതി ആണെങ്കിലും പറയുകയാണ്, ഇതിപ്പോൾ പകലായിപ്പോയി, രാത്രി ആയിരുന്നെങ്കിൽ അവളുടെ പ്രേതമെന്ന് വിചാരിക്കായിരുന്നു. എന്നിട്ട് പിന്നെ വേണുവാണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഗുണ്ടകളെ വിളിച്ച് നോക്കുമ്പോൾ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടാവില്ല. എന്നിട്ട് പറയും, അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അനാമികയാണെങ്കിലും വല്ലാതെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുവിനെയും അതുപോലെ തന്നെ അനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.